ഈ ലെക്ചറിൽ നമ്മൾ നോക്കുന്നത് CBSE 8ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 8ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. മേക്കിംഗ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്. ഇതിനു മുമ്പ് ചെറിയ ചെറിയ 2 പാർട്ടുകളായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പാർട്ടാണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഗ്രോത്ത് ഓഫ് മാസ് നാഷണലിസത്തിൻ്റെ ഗ്രോത്ത്, അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആഫ്റ്റർ 1919 കഴിഞ്ഞ് ദ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ഗ്രാജ്വലി ബിക്കെയിം എ മാസ് മൂവ്മെൻറ്റ്. ഒരു വലിയൊരു മൂവ്മെൻറ്റായി മാറുകയാണ് ബ്രിട്ടീഷ് റൂളിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രഗിൾ. ഇൻവോൾവിങ് peasants, tribals, students and women in larger numbers and occasionally factory workers as well. അപ്പോൾ ഈ ബ്രിട്ടീഷ് റൂളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഈ മൂവ്മെൻറ്റ്, അതിൽ പെസൻസും ട്രൈബൽസും സ്റ്റുഡൻസും വനിതകളും അതുപോലെ തന്നെ ഫാക്ടറി വർക്കേഴ്സും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു. Certain business groups also began to actively support the Congress in the 1920s. 1920കളിൽ ഈ കുറച്ച് ബിസിനസ് ഗ്രൂപ്പ്സ് വരെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. വൈ വാസ് ദിസ് സോ? അതൊക്കെ എങ്ങനെ ഇതെല്ലാം തുടങ്ങി, എന്തുകൊണ്ടായിരുന്നു? ദ ഫസ്റ്റ് വേൾഡ് വാർ altered the economical and political situation in India. ഇന്ത്യയിലെ എക്കണോമിക്കലും പൊളിറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷനെ വളരെയധികം മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. ഇറ്റ് ലെഡ് ടു ഹ്യൂജ് റൈസ് ഇൻ ദി ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ, ആ വാറിലോട്ടൊക്കെ വന്ന ആ എക്സ്പെൻഡിച്ചർ ഒരുപാട് കൂടി. ദ ഗവൺമെൻറ് ഇൻ ടേൺ ഇൻക്രീസ് ദ ടാക്സസ്. അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ ടാക്സസ് കൂട്ടി ഓൺ ഇൻഡിവിജ്വൽ ഇൻകംസ്. ഇൻഡിവിജ്വൽസിൻ്റെ വ്യക്തിഗത ഇൻകത്തിലും അതുപോലെ തന്നെ ബിസിനസ് പ്രോഫിറ്റിലൊക്കെയുള്ള ടാക്സുകൾ അവർ കൂട്ടി. ഇൻക്രീസ്ഡ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ ആൻഡ് ദ ഡിമാൻഡ്സ് ഫോർ വാർ സപ്ലൈസ് ലെഡ് ടു എ ഷാർപ്പ് റൈസ് ഇൻ പ്രൈസസ്. അപ്പോൾ ഈ മിലിറ്ററി എക്സ്പെൻഡിച്ചർ കൂടുന്നു, അതുപോലെ തന്നെ വാറിലോട്ട് വേണ്ട സാധനങ്ങൾ അതെല്ലാം സപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരുപാട് കാശ് വേണം. അപ്പോൾ പ്രൈസ് എല്ലാം കൂടി വരികയാണ്. ഇറ്റ് ക്രിയേറ്റഡ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ് ഫോർ ദ കോമൺ പീപ്പിളിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായി. ഓൺ ദ അതർ ഹാൻഡ്, ബിസിനസ് ഗ്രൂപ്പ്സ് റീപ്ഡ് ഫാബുലസ് പ്രോഫിറ്റ്സ് ഫ്രം ദ വാർ. ഇപ്പോൾ ബിസിനസ് ഗ്രൂപ്പ്സിന് അവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാകാനും പറ്റി ആ സമയത്ത്. As you have seen, the war created a demand for industrial goods. ഇൻഡസ്ട്രിയൽ ഗുഡ്സിന് വലിയൊരു ഡിമാൻഡ് ഉണ്ടായി ആ സമയത്ത്, വാറിൻ്റെ സമയത്ത്. ജൂട്ട് ബാഗ്സിനും ക്ലോത്തിനും റെയിൽസിനും ഓക്കെ. ആൻഡ് കോസ്റ്റ് എ ഡിക്ലൈൻ ഓഫ് ഇമ്പോർട്ട്സ് ഫ്രം അതർ കൺട്രീസ് ഇൻ ടു ഇന്ത്യ. ഇന്ത്യയിലോട്ട് മറ്റു കൺട്രിയിൽ നിന്ന് വരുന്ന ഇമ്പോർട്ട്സ് കുറയുകയും ചെയ്തു. സോ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് എക്സ്പാൻഡഡ് ഡ്യൂറിങ് ദ വാർ. അത് വാർ സമയത്ത് സാധനങ്ങളുടെ ഡിമാൻഡ് കൂടി. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, മറ്റു കൺട്രികളിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് കുറയുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്തു. ആൻഡ് ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ്സ് ബിഗാൻ ടു ഡിമാൻഡ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ്. അങ്ങനെ അവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ്. ബിസിനസ് ഗ്രൂപ്പ്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി, ഇന്ത്യൻ ബിസിനസ് ഗ്രൂപ്പ്സ്. വാർ ഓൾസോ ലെഡ് ദ ബ്രിട്ടീഷ് ടു എക്സ്പാൻഡ് ദെയർ ആർമി. വാർ വന്നപ്പോൾ ബ്രിട്ടീഷിന് അവരുടെ ആർമി എക്സ്പാൻഡ് ചെയ്യണം. വില്ലേജസ് വെർ പ്രഷറൈസ്ഡ് ടു സപ്ലൈ സോൾജിയേഴ്സ് ഫോർ എൻ ഏലിയൻ കോസ്. നമ്മുടേതല്ലാത്ത എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് യുദ്ധം നടക്കുകയാണ്, ഫസ്റ്റ് വേൾഡ് വാർ. അതിലോട്ട് സോൾജിയേഴ്സിനെ സപ്ലൈ ചെയ്യാനായിട്ട് വില്ലേജസ്, ഗ്രാമങ്ങളിൽ അവർ ബ്രിട്ടീഷുകാർ പ്രഷറൈസ് ചെയ്തു. എ ലാർജ് നമ്പർ ഓഫ് സോൾജിയേഴ്സ് വെർ സെൻറ്റ് ടു സെർവ് അബ്രോഡ്. മറ്റു രാജ്യങ്ങളിലോട്ട് സോൾജിയേഴ്സായിട്ട് നമ്മുടെ ഇന്ത്യക്കാരെ കൊണ്ടുപോയി ഒരുപാട് പേര്. മെനി റിട്ടേൺഡ് ആഫ്റ്റർ ദ വാർ. കുറേ പേര് വാർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. വിത്ത് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേസ് ഇൻ വിച്ച് ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് വെർ എക്സ്പ്ലോയിറ്റിംഗ് ദ പീപ്പിൾ ഓഫ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക.
ഏഷ്യയിലെ ആഫ്രിക്കയിലും പാവപ്പെട്ട ജനങ്ങളെ എങ്ങനെ ഈ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ്, ഈ ബ്രിട്ടീഷുകാർ പോലുള്ള കൊളോണിയൽ പവേഴ്സ് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സോൾജിയേഴ്സായി പോയവരെല്ലാം തിരിച്ചു വന്നത്. വിത്ത് എ ഡിസയർ ടു ഓപ്പോസ് ദ കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ. അവർ തിരിച്ചു വന്നത് ഒരു സ്ട്രോങ് ഡിസയർ കൊണ്ടാണ്. ഒരു ഈ ഇന്ത്യയിലെ കൊളോണിയൽ റൂളിനെ ഒപ്പോസ് ചെയ്യാൻ, അതിന് എഗെയിൻസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ ആയിട്ടുള്ള ഒരു ഉറച്ച തീരുമാനം കൊണ്ടാണ് അവർ തിരിച്ചു വന്നത്. ഫർദർമോർ, ഇൻ 1917, 1917 ദർ വാസ് എ റെവല്യൂഷൻ ഇൻ റഷ്യ. റഷ്യയിലൊരു റെവല്യൂഷൻ ഉണ്ടായിരുന്നു. ന്യൂസ് അബൌട്ട് പെസൻസ് ആൻഡ് വർക്കേഴ്സ് സ്ട്രഗിൾസ് ആൻഡ് ഐഡിയാസ് ഓഫ് സോഷ്യലിസം. ഇങ്ങനെ സോഷ്യലിസത്തിൻ്റെയും പെസൻസിൻ്റെയും വർക്കേഴ്സിൻ്റെയും സ്ട്രൈക്കും സ്ട്രഗിൾസിനെ കുറിച്ചും അതിനെക്കുറിച്ചെല്ലാം കുറേ ന്യൂസ് സ്പ്രെഡ് ചെയ്തു. അതും ഇന്ത്യൻ നാഷണലിസ്റ്റിനെ ഇൻസ്പയർ ചെയ്തു. നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചു ഇതെല്ലാം. ദി അഡ്വെൻറ്റ് ഓഫ് മഹാത്മാഗാന്ധിയുടെ വരവ്. It is in these circumstances that Mahatma Gandhi emerged as a mass leader. ഈ ഒരു സാഹചര്യത്തിലാണ് മഹാത്മാഗാന്ധി ഒരു മാസ് ലീഡറായിട്ട് എമർജ് ചെയ്യുന്നത്. ആസ് യു നോ, ഗാന്ധിജി ഏജ്ഡ് 46, 46 വയസ്സിൽ അറൈവ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1915 ഫ്രം സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 1915 ഒരു 46 വയസ്സായിരിക്കുമ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലോട്ട് വന്നത് ഗാന്ധിജി. ഹാവിങ് ലെഡ് ഇന്ത്യൻസ് ഇൻ ദ കൺട്രി in non-violent marches against racist restrictions, he was already a respected leader. അപ്പോൾ ഇദ്ദേഹം റേസിസ്റ്റ് റെസ്ട്രിക്ഷൻസിന് എഗെയിൻസ്റ്റ് നോൺ വയലൻറ്റ് മാർച്ചസ് ഒക്കെ നടത്തിയ ആളാണ്. ഓൾറെഡി ഒരു റെസ്പെക്റ്റഡ് ലീഡറാണ്. ആൻഡ് വാസ് നോൺ ഇൻ്റർനാഷണലി അറിയപ്പെടുന്ന ഒരു ലീഡറാണ് ഗാന്ധിജി. ഹിസ് സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പെയിൻസ് had brought him in contact with various types of Indians. പലതരത്തിലുള്ള ഇന്ത്യൻസുമായിട്ട് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലുള്ള ക്യാമ്പെയിൻസ് പലരുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ, പരിചയപ്പെടാൻ, ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഗാന്ധിജിക്ക്. ഇപ്പോൾ ഹിന്ദുസ്, മുസ്ലിംസ്, പാർസീസ് ആൻഡ് ക്രിസ്ത്യൻസ്, അതുപോലെ തന്നെ ഗുജറാത്തീസ്, തമിഴ്സ്, നോർത്ത് ഇന്ത്യൻസ്, അപ്പർ ക്ലാസ് മെർച്ചൻസ്, ലോയേഴ്സ്, വർക്കേഴ്സ്, എല്ലാവരുമായിട്ടും പലതരത്തിലുള്ള ആൾക്കാരുമായിട്ടും നല്ലൊരു ബന്ധം ഗാന്ധിജി സ്ഥാപിച്ചു. മഹാത്മാഗാന്ധി സ്പെൻഡ് ഹിസ് ഫസ്റ്റ് ഇയർ ഇൻ ഇന്ത്യ ട്രാവലിംഗ് ത്രൂ ഔട്ട് ദ കൺട്രി. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ആദ്യത്തെ ഒരു വർഷം രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലോട്ടും ട്രാവൽ ചെയ്യുകയാണ് ചെയ്തത്. എന്തിനാണ്? അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, ആൾക്കാരെയും ദെയർ നീഡ്സ്, അവരുടെ ആവശ്യങ്ങളും ഓവറോൾ സിറ്റുവേഷനും അതൊക്കെ മനസ്സിലാക്കാനായി അദ്ദേഹം ട്രാവൽ ചെയ്തു. His earliest interventions were the local movements in ചമ്പാരൻ. ചമ്പാരനിൽ കുറച്ച് ചില ലോക്കൽ മൂവ്മെൻറ്റ്സ് അവിടെ നടത്തി. അതുപോലെ തന്നെ ഖേഡയിലും അഹമ്മദാബാദിലുമൊക്കെ അദ്ദേഹം ചെറിയ ചെറിയ ലോക്കൽ മൂവ്മെൻറ്റ്സ് സംഘടിപ്പിച്ചു. വേർ ഹി കെയിം ഇൻ ടു കോണ്ടാക്ട് വിത്ത് രാജേന്ദ്ര പ്രസാദ് ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ. വല്ലഭായ് പട്ടേലും രാജേന്ദ്ര പ്രസാദുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ സാധിച്ചു അദ്ദേഹത്തിന്. ഇൻ അഹമ്മദാബാദ് ഹി ലെഫ്റ്റ് എ സക്സസ്ഫുൾ മിൽ വർക്കേഴ്സ് സ്ട്രൈക്ക് ഇൻ 1918. 1918 ഒരു മിൽ വർക്കേഴ്സ് സ്ട്രൈക്കിൽ അദ്ദേഹം ലീഡ് ചെയ്തിരുന്നു. Let us now focus on some details on the movements organized between 1919 and 1922. 1919 തൊട്ട് 1922 വരെ നടന്ന കുറച്ച് മൂവ്മെൻറ്റ്സിൽ നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാത്ത ഗാന്ധിജിയും മറ്റു പല ലീഡേഴ്സും ആണ് ഇവിടെ. സോ ഫൗണ്ടേഴ്സ് ഓഫ് നേറ്റൽ കോൺഗ്രസ്, ഡർബൻ, സൗത്ത് ആഫ്രിക്ക, 1895 സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ വെച്ച് നേറ്റൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടേഴ്സ്, അവരുടെ ഈ ഫോട്ടോയാണ് കാണുന്നത്. Then in 1895, along with other Indians, Mahatma Gandhi established Natal Congress
ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, നേറ്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു മഹാത്മാഗാന്ധി. ക്യാൻ യു ഐഡൻറ്റിഫൈ ഗാന്ധിജീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് ഈ ഇതിൽ. ഹീ ഈസ് സ്റ്റാൻഡിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റോ അറ്റ് ദ ബാക്ക് വിയറിങ് എ കോട്ട് ആൻഡ് എ ടൈ. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് റോലത്ത് സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. 1919 ഗാന്ധിജി ഗേവ് എ കോൾ ഫോർ സത്യാഗ്രഹ അഗെയിൻസ്റ്റ് റോലത്ത് ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സത്യാഗ്രഹം നടത്താനായിട്ട് ഗാന്ധിജി ആവശ്യപ്പെടുകയാണ്. ആൻഡ് ഈ റോലത്ത് ആക്ട് എന്തായിരുന്നു? ദ ആക്ട് കർബ്ഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സച്ച് ആസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്ട്രെങ്തൻഡ് പോലീസ് പവേഴ്സ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർ പാസ്സാക്കിയ ഈ റോലത്ത് ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് സത്യാഗ്രഹം നടത്തുക. ആക്ട് എന്താണെന്ന് വെച്ചാൽ, ആ നിയമം എന്താണെന്ന് വെച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സച്ച് ആസ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും അതുപോലെ തന്നെ പോലീസിൻ്റെ പവർ കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു നിയമമായിരുന്നു അത്. മഹാത്മാഗാന്ധി, മുഹമ്മദ് അലി ജിന്ന ആൻഡ് അതേഴ്സ് felt that government had no right to restrict people's basic freedoms. മുഹമ്മദ് അലി ജിന്നയും അതുപോലെ തന്നെ ഗാന്ധിജിയും മറ്റുള്ളവരും എന്താ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഗവൺമെൻറ്റിന് മനുഷ്യരുടെ, സാധാരണക്കാരുടെ, ആൾക്കാരുടെ ഫ്രീഡത്തിൽ കടന്നു കയറാൻ ഒരു അവകാശവുമില്ല. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഒരു അവകാശവുമില്ല. They criticized the act as devilish ആണെന്ന് ക്രിട്ടിസൈസ് ചെയ്തു. ഗാന്ധിജി asked Indian people to observe 6th April 1919 as a day of non-violent opposition to this act. Non-violent opposition, ഈ ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു നോൺ വയലൻ്റ് ഒപ്പോസിഷനായി ഈ 6th April 1919 ആചരിച്ചു. എ ഡേ ഓഫ് ഹ്യൂമിലിയേഷൻ ആൻഡ് പ്രെയർ, ഒരു ഹ്യൂമിലിയേഷൻ ആൻഡ് പ്രയറിൻ്റെ ഒരു ഡേ ആയിട്ട് ആചരിച്ചു. അതിൻ്റെ ഹർത്താലായിട്ട് ആചരിച്ചു. സ്ട്രൈക്ക്. സത്യാഗ്രഹ സഭാസ് were set up to launch this movement. ഈ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് സത്യാഗ്രഹ സഭകൾ ഓർഗനൈസ് ചെയ്തു. റോലത്ത് സത്യാഗ്രഹ turned out to be the first all India struggle against British movement, although it was largely restricted to സിറ്റീസിലായിരുന്നു കൂടുതലായിട്ടും ഇങ്ങനെ ഇതിൻ്റെ റോലത്ത് സത്യാഗ്രഹം നടന്നെങ്കിലും ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഓൾ ഇന്ത്യ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്ന ഒരു ഓൾ ഇന്ത്യ സ്ട്രഗിളായിരുന്നു അത്. ഇൻ April 1919 there were a number of demonstrations and hartals in the country. 1919 ഏപ്രിൽ ഒരുപാട് ഡെമോൺസ്ട്രേഷൻസും ഹർത്താൽസും ഇന്ത്യയിൽ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടന്നു. പക്ഷേ ഗവൺമെൻറ്റും ബ്രൂട്ടൽ മെഷേഴ്സ് ടു സപ്രസ് ദം യൂസ് ചെയ്തു. ബ്രൂട്ടൽ മെഷേഴ്സ് ഈ മൂവ്മെൻറ്റിനെ സപ്രസ് ചെയ്യാനായിട്ട്. ദ ജലിയൻവാല ബാഗ് അട്രോസിറ്റീസ് inflicted by General Dyer in Amritsar on Baishagi Day 13th April was a part of this repression. അങ്ങനെ ഇതിനെയൊക്കെ അടിച്ചമർത്താനായിട്ട് നടന്ന ഒരു സംഭവമായിരുന്നു ഈ ജലിയൻവാല ബാഗ് അട്രോസിറ്റീസും. ജലിയൻവാല ബാഗ് മാസക്കർ എന്ന് പറയുക അതിന്. ജനറൽ ഡയർ അമൃത്സറിലെ ജലിയൻവാല ബാഗിൽ ഒരു ബൈശാഖി ദിനത്തിൽ ഒരുപാട് പേര് വെടിവെച്ചു കൊന്ന ആ ഒരു സംഭവം ഈ റോലത്ത് സത്യാഗ്രഹമൊക്കെ സപ്രസ് ചെയ്യാനായിട്ട് നടത്തിയ ഒരു ആക്റ്റായിരുന്നു അത്. ഓൺ ലേണിംഗ് അബൌട്ട് ദ മാസക്കർ, ഈ മാസക്കർ, ജലിയൻവാല ബാഗ് മാസക്കർ, കൂട്ടക്കൊല, അതറിഞ്ഞിട്ട് രവീന്ദ്രനാഥ് ടാഗോർ എക്സ്പ്രസ്ഡ് പെയിൻ ആൻഡ് ആങ്കർ ഓഫ് ദ കൺട്രി ബൈ റിനൗൺസിങ് ഹിസ് നൈറ്റ്ഹുഡ്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡാണ് ഈ നൈറ്റ്ഹുഡ്. അതിനെല്ലാം നിരസിച്ച്, അതിനെല്ലാം വേണ്ടെന്ന് വെച്ചു. നൈറ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ an honor granted by British Crown for exceptional personal achievement or public service. ഒരു പബ്ലിക് സർവീസിനോ പേഴ്സണൽ അച്ചീവ്മെൻറ്റിനോ വേണ്ടി അതിന്
ബ്രിട്ടീഷ് ക്രൗൺ കൊടുക്കുന്ന ഒരു ഓണറാണ് ഈ നൈറ്റ്ഹുഡ്. അതുവരെ ഇദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ആ ഒരു സംഭവം. ഇവിടെ ഈ കാണിക്കുന്നത് ഇതെല്ലാം ബുള്ളറ്റ് കൊണ്ട് ആ മതിലിൽ ബുള്ളറ്റ് വന്ന് തറച്ചുണ്ടായ കുഴികളാണത്, ഹോൾസാണത്. അതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ആൾക്കാർ നിൽക്കുകയാണ്. വാൾഡ് കോമ്പൗണ്ട് ഇൻ വിച്ച് ജനറൽ ഡയർ ഓപ്പൺ ഫയർ ഓൺ ഗ്യാതറിങ് ഓഫ് പീപ്പിൾ. ഒരുപാട് പേര് കൂടി നിന്ന ഒരേ ഒരു വാതിലേ ഉള്ളൂ അതിലോട്ട് കടന്നു പോകാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഫോഴ്സ് വന്ന് അതിൽ തടിച്ചു കൂടിയ ആൾക്കാരെ മൊത്തം വെടിവെച്ച് കൊല്ലുകയാണ്. കുറേ പേര് ഈ വാളിൽ പിടിച്ച് കയറാൻ നോക്കി, പക്ഷേ അവരെല്ലാം വെടിവെച്ച് താഴത്ത് ഇടുമായിരുന്നു. കുറേ പേര് അവിടെ ഒരു കിണറുണ്ട്, അതിലേക്ക് വീണ് മരിച്ചിട്ടുണ്ട്. പീപ്പിൾ ആർ പോയിൻറ്റിങ് ടു ദ ബുള്ളറ്റ് മാർക്സ് ഓൺ ദ വാളിലെ ബുള്ളറ്റ് മാർക്സ് കാണിച്ചുകൊണ്ട് ഈ ആൾക്കാർ നിൽക്കുകയാണ്. ഇവിടെ അത് കഴിഞ്ഞെടുത്തൊരു ഫോട്ടോയാണ്. ഡ്യൂറിങ് ദ ദൗലത് സത്യാഗ്രഹ, the participants tried to ensure that the Hindus and Muslims were united in the fight against British rule. ഈ ദൗലത് സത്യാഗ്രഹത്തിൽ അതിലെ പാർട്ടിസിപ്പൻസ് ഒരു കാര്യം എൻഷുർ ചെയ്തു, ഹിന്ദുസും മുസ്ലിംസും എല്ലാം യുണൈറ്റഡായിട്ട് ഈ ബ്രിട്ടീഷിൻ്റെ റൂളിനെ അഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് രണ്ടുപേരും ഒരുമിച്ചുണ്ടെന്ന് അത് എൻഷുർ ചെയ്തിരുന്നു. ദിസ് വാസ് ഓൾസോ എ കോൾ ഓഫ് മഹാത്മാ ഗാന്ധി, ഹു ഓൾവേസ് സോ ഇന്ത്യ ആസ് എ ലാൻഡ് ഓഫ് ഓൾ പീപ്പിൾ who lived in the country, Hindus and Muslims and those of other religion. അപ്പോൾ അതൊരു മഹാത്മാഗാന്ധിയുടെ ആഗ്രഹവും കൂടിയായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ കണ്ടത് ഹിന്ദുസിൻ്റെയും മുസ്ലിംസിൻ്റെയും മറ്റു റിലീജിയൻസിൻ്റെയും എല്ലാവരുടെയും കൂടെയുള്ള ഒരു രാജ്യമായിട്ടാണ്. ആൻഡ് ഹി വാസ് കീൻ ദാറ്റ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് സപ്പോർട്ട് ഈച്ച് അതർ ഇൻ എനി ജസ്റ്റ് കോസ്. എന്ത് കാര്യത്തിനാണെങ്കിലും ഹിന്ദുസും മുസ്ലിംസും രണ്ടുപേരും അന്യോന്യം സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഖിലാഫത്ത് അജിറ്റേഷൻ ആൻഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഇനി അടുത്തത് നോക്കുന്നത് ഖിലാഫത്ത് അജിറ്റേഷനും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഖിലാഫത്ത് ഇഷ്യൂ വാസ് വൺ സച്ച് കോസ്. അങ്ങനെ ഒരു കാരണം ഖിലാഫത്ത് ഇഷ്യൂ കാരണം വന്നൊരു അജിറ്റേഷനാണ് ഈ ഖിലാഫത്ത് അജിറ്റേഷൻ. എന്താണെന്ന് വെച്ചാൽ 1920 the British imposed a harsh treaty on Turkish Sultan or Khilafa. ടർക്കിഷ് സുൽത്താൻ അല്ലെങ്കിൽ ഖിലാഫേൻ്റെ മേലുള്ള ഒരു കരാർ അടിച്ചേൽപ്പിക്കുകയാണ്. പീപ്പിൾ വെർ ഫ്യൂരിയസ് അബൌട്ട് ദിസ് ആസ് ദേ ഹാഡ് ബീൻ അബൌട്ട് ദി ജലിയൻവാലാബാഗ് മസാക്കർ. ജലിയൻവാലാബാഗ് മസാക്കർ പോലെ തന്നെ ഈ ഒരു ഇഷ്യൂവിലും ആൾക്കാർ ഫ്യൂരിയസ് ആയിരുന്നു. ഈ ഒരു ട്രീറ്റി അടിച്ചേൽപ്പിച്ചത് കാരണം അവർ ആംഗ്രി ആയിരുന്നു. ഓൾസോ ഇന്ത്യൻ മുസ്ലിംസ് വെർ keen that Khilafa be allowed to retain control over Muslim sacred places in the erstwhile Ottoman Empire. ആ എംപയറിലെ മുസ്ലിം സാക്രഡ് പ്ലേസസിൻ്റെ കൺട്രോള് ഖിലാഫേൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം എന്നാണ് മുസ്ലിംസ് ആഗ്രഹിച്ചത്. പക്ഷേ ഖിലാഫത്ത് ട്രീറ്റി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ട്രീറ്റി അതിന് അഗെയിൻസ്റ്റ്. അപ്പോൾ ദി ലീഡേഴ്സ് ഓഫ് ഖിലാഫത്ത് അജിറ്റേഷൻ മുഹമ്മദ് അലി ജിന്ന ആൻഡ് ഷൗക്കത്ത് അലി മുഹമ്മദ് അലി ജിന്നയാണ് മെയിൻ ലീഡേഴ്സ് ഓഫ് ഖിലാഫത്ത് അജിറ്റേഷൻ ആയിരുന്നത്. നൗ വിഷ് ടു ഇനിഷ്യേറ്റ് എ ഫുൾ ഫ്ലെജ്ഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഒരു ഫുൾ ഫ്ലെജ്ഡ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഗാന്ധിജി സപ്പോർട്ടഡ് ദെയർ കോൾ. ഈ ഒരു ആവശ്യത്തിൽ ഗാന്ധിജി അവരെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഏർജ്ഡ് കോൺഗ്രസ് ടു ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് പഞ്ചാബ് റോങ്സ്. പഞ്ചാബിൽ അവർ ചെയ്ത തെറ്റുകൾ, അതായത് ജാലിയൻവാലാബാഗ് മസാക്കർ, അതുപോലെ തന്നെ ഖിലാഫത്ത് റോങ്ങും, ഈ ഖിലാഫയ്ക്ക് അഗെയിൻസ്റ്റായിട്ട് അവർ ഒരു ട്രീറ്റ് കൊണ്ടുവന്നത് അതിന് അഗെയിൻസ്റ്റും, അതുപോലെ തന്നെ ഡിമാൻഡഡ് സ്വരാജിന് വേണ്ടിയും ക്യാമ്പയിൻ നടത്താനായിട്ട് കോൺഗ്രസ്സിനോട് ഏർജ് ചെയ്തു, ആവശ്യപ്പെടുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനോട്. ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗെയിൻഡ് മൊമെൻറ്റം ത്രൂ 1921 to 22. 1921 തുടങ്ങി 22ൻ്റെ ആ സമയത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വളരെ അധികം ഡെവലപ്പായി.
thousands of students left government controlled schools and colleges. ഗവൺമെൻറ് കൺട്രോൾ ചെയ്ത, ബ്രിട്ടീഷുകാർ കൺട്രോൾ ചെയ്ത സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നെല്ലാം സ്റ്റുഡൻസ് പഠിപ്പ് വേണ്ടാന്ന് വെച്ച് വിട്ടിറങ്ങുകയാണ്. മെനി ലോയേഴ്സ് സച്ച് ആസ് മോത്തിലാൽ നെഹ്റു, C.R. ദാസ്, സീരാൽ രാജഗോപാലാചാരി ആൻഡ് അസഫ് അലി ഗേവ് അപ്പ് ദെയർ പ്രാക്ടീസസ്. അവർ പ്രാക്ടീസസ് വേണ്ട എന്ന് വയ്ക്കുകയാണ് ഈ ലോയേഴ്സ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ടൈറ്റിൽസ് വെയർ സറണ്ടേർഡ് ആൻഡ് ലെജിസ്ലേച്ചേഴ്സ് ബോയ്ക്കോട്ടഡ്. ബ്രിട്ടീഷ് ടൈറ്റിൽസ് എല്ലാം സറണ്ടർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പീപ്പിൾ ലിറ്റ് പബ്ലിക് ബോൺഫയർസ് ഓഫ് ഫോറിൻ ക്ലോത്ത്. വിദേശ വസ്ത്രങ്ങളെല്ലാം പബ്ലിക്കായിട്ട് കൂട്ടിയിട്ട് കത്തിക്കാൻ തുടങ്ങിയ ആൾക്കാർ. ദി ഇമ്പോർട്ട്സ് ഓഫ് ഫോറിൻ ക്ലോത്ത് ഫെൽ ഡ്രാസ്റ്റിക്കലി ബിറ്റ്വീൻ 1920 and 22. 1920-22 കാലഘട്ടങ്ങളിൽ ഫോറിൻ ക്ലോത്തിൻ്റെ വിദേശ രാജ്യത്തു നിന്നുള്ള വസ്ത്രങ്ങളുടെ വരവൊക്കെ ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞുപോയി, ഇല്ലാതായി. ബട്ട് ഓൾ ദീസ് വാസ് മിയർലി ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പ് മാത്രമായിരുന്നത്. ആൻഡ് ലാർജ് പാർട്സ് ഓഫ് ദ കൺട്രി വെർ ഓൺ ദ ബ്രിങ്ക് ഓഫ് ഫോമിഡബിൾ റിവോൾട്ട്. ഒരു വിപ്ലവത്തിൻ്റെ കരയിലായിരുന്നു മൊത്തം രാജ്യവും. ഇനി അടുത്തത് നോക്കുന്നത് പീപ്പിൾസ് ഇനിഷ്യേറ്റീവ്. ആൾക്കാരുടെ എന്തൊക്കെയായിരുന്നു ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നത്? മെനി കേസസ് പീപ്പിൾ റെസിസ്റ്റഡ് ബ്രിട്ടീഷ് റൂൾ നോൺ വയലൻ്റലി അഹിംസയുടെ മാർഗത്തിലൂടെ ബ്രിട്ടീഷ് റൂളിനെ റെസിസ്റ്റ് ചെയ്തു ഒട്ടുമിക്ക ജനങ്ങളും. ഇൻ അതേഴ്സ് ഡിഫറെൻറ്റ് ക്ലാസസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ്റർപ്രറ്റിംഗ് ഇൻ ഗാന്ധിജീസ് കോൾ ഇൻ ദെയർ മാനർ. ഗാന്ധിജിയുടെ ആഗ്രഹങ്ങളെ ഗാന്ധിജി പറയുന്നത് അവരവരുടേതായ ഇൻ്റർപ്രിട്ടേഷൻസ് നടത്തി. ആൻഡ് പ്രൊട്ടസ്റ്റഡ് ഇൻ വേയ്സ് ദാറ്റ് വർ നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ഹിസ് ഐഡിയാസ്. ഗാന്ധിജിയുടെ ഐഡിയ പോലെ എല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്തത്. ഇൻ ഈതർ കേസ്, ഏത് കേസായാലും നോൺ വയലൻ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ലിങ്ക് ദെയർ മൂവ്മെൻറ്റ്സ് ടു ലോക്കൽ ഗ്രീവൻസസ്. അവർക്ക് അവിടെ ലോക്കലായിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അതിന് എഗെയിൻസ്റ്റായിട്ടാണ് അവർ റിയാക്ട് ചെയ്തത്. ലെറ്റസ് ലുക്ക് അറ്റ് ഫ്യൂ എക്സാമ്പിൾസ്. എങ്ങനെയാണ് ആൾക്കാർ റിയാക്ട് ചെയ്തതെന്ന്. ഇൻ ഖേഡ, ഗുജറാത്തിലെ ഖേഡ എന്ന സ്ഥലത്ത് പാട്ടിദാർ ഈ പെസൻസ് ഓർഗനൈസ്ഡ് എ നോൺ വയലൻറ്റ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ഹൈ ലാൻഡ് റവന്യൂ ഡിമാൻഡ് ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ ഹൈ ലാൻഡ് റവന്യൂക്കിന് അഗെയിൻസ്റ്റായിട്ട് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു. ഇൻ കോസ്റ്റൽ ആന്ധ്ര ആൻഡ് ഇൻറ്റീരിയർ തമിഴ്നാടു. ആന്ധ്രയിലും ഇൻറ്റീരിയർ തമിഴ്നാടുവിലും ലിക്കർ ഷോപ്സ് വെർ പിക്കറ്റഡ്. ലിക്കർ ഷോപ്പ് പിക്കറ്റ് ചെയ്തു. പ്രൊട്ടസ്റ്റിംഗ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ് ഓർ എ ഷോപ്പ് ടു പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം എൻറ്ററിങ്. ആരെയും ഉള്ളിലോട്ട് കടത്താണ്ട് ഈ ഷോപ്പുകൾ പിക്കറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ഇൻ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റ് ഓഫ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിൽ ട്രൈബൽസ് ആൻഡ് പുവർ പെസൻസ് സ്റ്റേജ്ഡ് എ നമ്പർ ഓഫ് ഫോറസ്റ്റ് സത്യാഗ്രഹ നടത്തി. ട്രൈബൽസും പുവർ പേസൻസും ഒക്കെ. ആൻഡ് സംടൈംസ് സെൻഡിങ് ദെയർ കാറ്റിൽ ഇൻ ടു ദ ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ഗ്രേസിങ് ഫീ. ഇപ്പോൾ പശുവിന് തീറ്റാനായിട്ട് ഗ്രേസിങ് ഫീ കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാതെ ഫോറസ്റ്റിലോട്ട് അവരവരുടെ കാറ്റിലെ വിടുകയാണ് ചെയ്തത്. ആൻഡ് they were protesting because the colonial state had restricted their use of forest resources in various ways. അവരുടെ ഫോറസ്റ്റ് റിസോഴ്സസ് ഉപയോഗിക്കാനുള്ള റൈറ്റ്സിനെ വരെ അവർ ഇല്ലാതാക്കി. അതുകൊണ്ടാണ് ഈ പുവർ ഫാമേഴ്സും ഈ ട്രൈബൽസ് എല്ലാം ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തത്. They believed that Gandhiji would get their taxes reduced. അവർ വിശ്വസിച്ചു ഗാന്ധിജി അവരുടെ ബ്രിട്ടീഷുകാർ കൂട്ടിയ ടാക്സുകളെ കുറയ്ക്കും എന്ന്. ആൻഡ് ദേ ഹാവ് ദ ഫോറസ്റ്റ് റെഗുലേഷൻ അബോളിഷ്ഡ്. ഈ ഫോറസ്റ്റിൽ കയറാൻ പറ്റില്ല, മരം വെട്ടാൻ പറ്റില്ല, അങ്ങനെയുള്ള പല റെഗുലേഷൻസും അതിൻ്റെ ലോസിനെ ഇല്ലാതാക്കും, ഗാന്ധിജി ഇല്ലാതാക്കുന്നൊക്കെ ഇവർ വിശ്വസിച്ചു. ആൻഡ് ഇൻ മെനി ഫോറസ്റ്റ് വില്ലേജസ് പെസൻസ് പ്രൊക്ലെയിംഡ് സ്വരാജ്. അവർ സ്വരാജ് പ്രൊക്ലെയിം ചെയ്തു. അതുപോലെ തന്നെ ബിലീവ് ദാറ്റ് ഗാന്ധി രാജ് വാസ് അബൌട്ട് ടു ബി എസ്റ്റാബ്ലിഷ്. അവരാഗ്രഹിച്ചു ഗാന്ധി രാജ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്.
ഇൻ സിന്ധ്, നൗ ഇൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിലെ സിന്ധിലെ മുസ്ലിം traders and peasants were very enthusiastic about the Khilafat call. In Bengal too, Khilafat Non-Cooperation Alliance gave enormous communal unity and strength to the national movement. ഈ ബംഗാളിലും ഈ ഖിലാഫത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അതൊരു കമ്മ്യൂണൽ യൂണിറ്റിക്ക് കാരണമായി, സ്ട്രെങ്ത്തിന് കാരണമായി, നാഷണൽ മൂവ്മെൻറ്റ് ശക്തിപ്പെടാൻ കാരണമായി. In Punjab, പഞ്ചാബിലെ അകാലി agitation of Sikhs sought to remove corrupt mahants supported by British from their ഗുരുദ്വാര. അവരുടെ ഗുരുദ്വാരയിൽ നിന്ന് ഈ കറപ്റ്റായിട്ടുള്ള മഹന്ത്, അവരെ ബ്രിട്ടീഷുകാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ അവിടെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് അവർ അജിറ്റേറ്റ് ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്തു പഞ്ചാബിൽ. ദിസ് മൂവ്മെൻറ്റ് ഗോട്ട് ക്ലോസ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. ഇൻ ആസാം, ടീ ഗാർഡൻ ലേബേഴ്സ് ഷൗട്ടിംഗ് ഗാന്ധിജി മഹാരാജ് കി ജയ്, ഗാന്ധി മഹാരാജ് കി ജയ് എന്ന് ടീ ഗാർഡനിലെ ലേബറേഴ്സ് സ്ലോഗൻസ് ഷൗട്ട് ചെയ്തു. ആൻഡ് ഡിമാൻഡഡ് ബിഗ് ഇൻക്രീസ് ഇൻ ദെയർ വേജസ്. അവരുടെ വേജസിൽ ഇൻക്രീസ് ഡിമാൻഡ് ചെയ്തു. ദേ ലെഫ്റ്റ് ബ്രിട്ടീഷ് ഓൺഡ് പ്ലാന്റേഷൻ amidst declarations that they were following Gandhiji's wish. അവർ ആ ബ്രിട്ടീഷിൻ്റെ പ്ലാന്റേഷൻസ് എല്ലാം വിട്ടിറങ്ങാണ്. Increasingly, the Assamese Vaishnava songs of the period, the reference to Krishna was substituted by Gandhi Raja. ആസാമീസിൻ്റെ വൈഷ്ണവ സോങ്സിൽ കൃഷ്ണനെ റെഫറൻസ് ചെയ്യേണ്ട അവിടെ അവർ ഗാന്ധി രാജയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റെഫർ ചെയ്ത് സോങ്സ് ഉണ്ടാക്കി. അങ്ങനെ പലരും പല തരത്തിലാണ് പല റീജിയൻസിലുള്ളവരും പല അവരുടെ ലോക്കൽ ഇഷ്യൂസുമായിട്ടാണ് ഈ മൂവ്മെൻറ്റ്സിനെ എല്ലാം കണക്ട് ചെയ്തത്. ഇനി അടുത്ത പാട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.